സ്പെയിൻ വേഴ്സസ് ക്യാപ്പ് വെർദെ എങ്ങനെ ഉണ്ടായിരുന്നു കളി എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫ റാങ്കിങ്ങിൽ 60-ാം സ്ഥാനത്തോളം നിൽക്കുന്ന ക്യാപ്പ് വെർദെ ടീം ഫിഫ വേൾഡ് കപ്പിൽ ഫസ്റ്റ് ടൈം വരുന്ന ആ ചെറിയ ടീം സ്പെയിനിനെ പോലത്തെ ഇത്രയും ഭയക്കേണ്ട ഒരു ടീമിനെ സമനിലയെ പിടിച്ച് കെട്ടിയിരിക്കണമെന്നുണ്ടെങ്കിൽ ആ ടീമിൻ്റെ ഒരു പവർ, അവരുടെ ഒരു കോൺഫിഡൻസ് പറയാതിരിക്കാതെ വയ്യ. എടുത്തു പറയേണ്ടത് ക്യാപ്പ് വെർദെൻ്റെ ഗോളി വസീന. ഗോളിയാന്നറിയോ, 40-40 വയസ്സുണ്ട് ആ ചങ്ങായിക്ക്. ആ ചങ്ങായി തടുക്കുന്ന ഓരോ ഷോട്ടുകളും ഉണ്ടല്ലോ. സ്പെയിൻ നല്ല പോലെ അടിച്ചിട്ടുണ്ട്, അതൊക്കെ അയാൾ തടുത്തിട്ടുണ്ട്. അതേമാതിരി ക്യാപ്പ് വെർദെൻ്റെ ഡിഫൻസ് അപാര ഡിഫൻസാണ്. അവരൊക്കെ മികച്ച കളിയാണ് അവർ പ്രകടനം വെച്ചിട്ടുള്ളത്. അതായത് സ്പെയിനിനെ പോലത്തെ ഇങ്ങനത്തെ ഒരു ടീമിനായിട്ട് സമനില പിടിച്ചു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ഊഹിച്ചാൽ മതി അവരുടെ കളി എമ്മാരി കളിയെന്നു എന്നുള്ളത്. അതായത് ഫസ്റ്റ് ടൈമാണ് അവർ ഫിഫ വേൾഡ് കപ്പിൽ വരുന്നതെന്നുണ്ടെങ്കിൽ പോലും അവരുടെ കളി ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര കളിയാണ്. മറ്റുള്ള ടീമുകൾക്കൊക്കെ ഒരു ഭീഷണിയാവുന്ന രീതിയിലാണ് അവർ കളിച്ചിട്ടുള്ളത്. കാരണം ഇവർക്കിത് സമനില പിടിക്കുക എന്ന് പറഞ്ഞാൽ ജയത്തിന് തുല്യമാണ്. അങ്ങനെയാണ് സ്പെയിനിനെ പോലത്തെ ഒരു ടീമിനെ അവർ പിടിച്ച് കെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് മതളകിയ ഒരു ആനനെയാണ് അവർ പിടിച്ച് കെട്ടിയിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്നുള്ള ആലോചിച്ച് നോക്കിയാൽ മതി അവരുടെ കളി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഹാഫ് ടൈമിന് ശേഷം സ്പെയിൻ യമാലിനെ അവരുടെ മികച്ച എല്ലാവരെയും അവർ ഇറക്കി നോക്കി, പക്ഷേ അവർ പിടിച്ച പിടിയിൽ വിട്ടിട്ടില്ല ക്യാപ്പ് വെർദെ. അവരുടെ ഒരു കളി എന്ന് പറഞ്ഞാൽ അത്ര അടിപൊളി കളിയെന്നു. അവരെ കൊണ്ട് പറ്റണ മാക്സിമം അവർ എഫേർട്ട് എടുത്തിട്ടും നല്ല മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്.